ഫ്രണ്ട്സ്, വെൽക്കം ടു ഓൾ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് NCERT സിലബസിലെ മാത്സ് സബ്ജക്റ്റ് ആണ്. 10th സ്റ്റാൻഡേർഡ് ചാപ്റ്റർ 8 ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. അതിലെ എക്സസൈസ് 8.3 4th ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? പ്രൂവ് ദ ഫോളോവിങ് ഐഡന്റിറ്റീസ് വെയർ ദ ആംഗിൾസ് ഇൻവോൾവ്ഡ് ആർ അക്യൂട്ട് ആംഗിൾസ് ഫോർ വിച്ച് ദ എക്സ്പ്രഷൻസ് ആർ ഡിഫൈൻഡ്. ഈ കൊടുത്തിരിക്കുന്ന ഐഡന്റിറ്റീസിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷനിലേക്ക് എത്തിക്കുക. ഇത് ഇങ്ങനെ പ്രൂവ് ചെയ്യുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ നമുക്ക് ചെയ്യാം. ഇവിടെ LHS എന്താണ്? ഇതാണ് LHS അല്ലെ. LHS ഇസിക്കൽ ടു കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ ദി ഹോൾ സ്ക്വയർ. അപ്പൊ നമുക്കറിയാം കൊസീക് തീറ്റയുടെ വാല്യൂ എന്താണ്? കൊസീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/sin തീറ്റയാണ്. അതായത് സൈൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് കൊസീക് തീറ്റ. കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ടാൻ തീറ്റയുടെ ഓപ്പോസിറ്റ് ആണ് കോട്ട് തീറ്റ. സോ ടാൻ തീറ്റ എന്ന് പറയുന്നത് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണെങ്കിൽ കൊസീക് തീറ്റ കോട്ട് തീറ്റ എന്തായി മാറും? അതിന്റെ റെസിപ്രോക്കൽ, അതായത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു ഐഡന്റിറ്റിയിൽ ഈ ഒരു വാല്യൂസുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യം എന്താണുള്ളത്? കൊസീക് തീറ്റ. അപ്പൊ കൊസീക് തീറ്റയുടെ അവിടെ എന്ത് എഴുതണം? 1/sin തീറ്റ ഇസിക്കൽ ടു 1/sin തീറ്റ മൈനസ് പിന്നെന്തുണ്ട്? കോട്ട് തീറ്റ. കോട്ട് തീറ്റയുടെ വാല്യൂ എന്താണ്? കോസ് തീറ്റ ബൈ സൈൻ തീറ്റ. അപ്പൊ കോസ് തീറ്റ ബൈ സൈൻ തീറ്റ പിന്നെന്തുണ്ട്? ഹോൾ സ്ക്വയർ ഇസിക്കൽ ടു, ഇവിടെ എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ. ഇതിന്റെ ഡിനോമിനേറ്റർ സൈൻ തീറ്റയാണ്, ഇതിന്റെ ഡിനോമിനേറ്റർ സൈൻ തീറ്റ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ന്യൂമറേറ്ററിനെ ഒരുമിച്ച് എഴുതാം. ന്യൂമറേറ്റർ എന്താണ്? 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ. ഓക്കെ, ന്യൂമറേറ്ററുകൾ തമ്മിൽ ഞാൻ ഒരുമിച്ച് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ ദി ഹോൾ സ്ക്വയർ. എന്തുകൊണ്ട്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഇതിന്റെ അടുത്ത് എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെയും സ്ക്വയർ കാണണം അല്ലെ. A/B ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എയുടെയും സ്ക്വയർ കാണണം, ഈ ബിയുടെയും സ്ക്വയർ കാണണം. അപ്പൊ ഈ ന്യൂമറേറ്ററിന്റെയും സ്ക്വയർ കാണണം. അപ്പൊ നമ്മൾ ന്യൂമറേറ്റർ സ്ക്വയർ ആണ് 1 മൈനസ് കോസ് തീറ്റ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ സൈൻ തീറ്റയുടെയും സ്ക്വയർ കാണണം, രണ്ടുപേരുടെയും സ്ക്വയർ കാണണം. വിച്ച് ഇംപ്ലൈസ് ഇതൊന്നും എന്താണ്? A-B ദ ഹോൾ സ്ക്വയർ ആണ് അല്ലെ. A-B ദ ഹോൾ സ്ക്വയർ. അപ്പം A-B ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താണ്? A-B കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യുക അല്ലെ. A-B രണ്ടു വട്ടം ഇൻറ്റു ചെയ്യുമ്പോഴാണ് A-B ദ ഹോൾ സ്ക്വയർ ആവുന്നത്. അപ്പൊ ഇത് ഇങ്ങനെ എഴുതാം നമുക്ക്. 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ അല്ലെ. ഇത് രണ്ടു വട്ടം എന്നുള്ളതാണ്, രണ്ടു വട്ടം ഇൻറ്റു ചെയ്യുക. ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് സ്ക്വയർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഡിവൈഡഡ് ബൈ സൈൻ തീറ്റ. അപ്പൊ സൈൻ തീറ്റയുടെ ഹോൾ സ്ക്വയർ എന്തായി മാറും? സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പൊ സൈൻ തീറ്റ ഹോൾ സ്ക്വയർ എങ്ങനെ എഴുതാം? സൈൻ സ്ക്വയർ തീറ്റ. ഈ സൈൻ സ്ക്വയർ തീറ്റ വരുന്ന ഒരു ഐഡന്റിറ്റി ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ഇങ്ങനെ ഒരു ഐഡന്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സൈൻ സ്ക്വയർ തീറ്റയാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? സൈൻ സ്ക്വയർ തീറ്റ ഇസിക്കൽ ടു ഇപ്പുറത്ത് എന്തുണ്ട്? 1 ഉണ്ട്. പിന്നെ ഈ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആയിട്ട് മാറും. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണ്? 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്നാണ്. അപ്പൊ ഈ സൈൻ സ്ക്വയർ തീറ്റയുടെ അവിടെ നമുക്ക് ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ എന്താണോ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ ആണ്, അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇസിക്കൽ ടു 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് വരാം 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ. നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഇക്വേഷന്റെ ആൻസർ എന്താണ്? A പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഈ 1 ഉണ്ട് അല്ലെ. ഈ 1 എന്ന് പറയുന്ന 1ന്റെ സ്ക്വയർ എന്താണ്? 1ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 എന്നാണ്. 1നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്ത ആൻസർ എന്ത് തന്നെയാണ്?
1 ആണ്. അപ്പൊ നമുക്ക് ഈ 1 എന്താക്കാം, സ്ക്വയർ ആക്കാം അല്ലെ. 1 സ്ക്വയർ ആയാലും അതിന്റെ ആൻസർ എന്ത് തന്നെയാണ്, 1 ആണ്. അപ്പൊ ഇവിടെ 1 എന്നുള്ള ആൻസർ ഇരിക്കുന്നുവെങ്കിൽ ഈ 1ന്റെ സ്ക്വയറിന്റെ ആൻസർ ആണ് ഈ 1 എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്താം, സ്ക്വയർ. അപ്പൊ ഇത് എന്തായി മാറി, 1ന്റെ സ്ക്വയറിന്റെ ആൻസർ എന്ത് തന്നെയാണ്, 1 തന്നെയാണ്. സോ ഇവിടെ ഓൾറെഡി 1 ആണ്, നമുക്ക് അതിനെ സ്ക്വയർ ഇട്ട് കൊടുക്കാം. അപ്പൊ 1 സ്ക്വയർ മൈനസ് കോ സ്ക്വയർ തീറ്റ, അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിലേക്ക് ഇത് മാറി അല്ലെ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിൽ മാറ്റി. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അപ്പൊ ഇതിനെ നമുക്ക് അതുപോലെ എഴുതിക്കൂടെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനെ എങ്ങനെ എഴുതാം, 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ, ഇതുപോലെ സ്പ്ലിറ്റ് ചെയ്തിടാം. അപ്പം ഇസിക്കൽ ടു 1 മൈനസ് കോസ് തീറ്റ ഇൻറ്റു 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ, ഇതിനെ എങ്ങനെ എഴുതാം, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇവിടുത്തെ എ 1 ആണ്, അപ്പൊ എ യുടെ സ്ഥാനത്ത് 1 എഴുതി, പ്ലസ് ബിയുടെ സ്ഥാനത്ത് കോസ് തീറ്റ എഴുതുക, ഇൻറ്റു എ മൈനസ് ബി, എയുടെ സ്ഥാനത്ത് 1 എഴുതുക, മൈനസ് ബിയുടെ സ്ഥാനത്ത് കോസ് തീറ്റ എഴുതുക. ഓക്കെ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമാറ്റിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോർമാറ്റിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. വിച്ച് ഇംപ്ലൈസ് ഇവിടെ എന്തുണ്ട്, സെയിം ആയിട്ട് മുകളിലും താഴെ 1 മൈനസ് കോസ് തീറ്റയും 1 മൈനസ് കോസ് തീറ്റയും സെയിം ആയിട്ടുണ്ട് അല്ലെ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെയിം ആയിട്ടുള്ളതിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അത് രണ്ട് ഡിവൈഡ് ചെയ്ത് പോയി, അത് രണ്ട് വെട്ടിപ്പോയി. ഇനി ആരുണ്ട്, 1 മൈനസ് കോസ് തീറ്റ മുകളിലുണ്ട്, ഡിവൈഡഡ് ബൈ താഴെ എന്തുണ്ട്, 1 പ്ലസ് കോസ് തീറ്റ ഉണ്ട്. ഓക്കെ, ഇതല്ലേ നമുക്ക് ഇവിടെ ആൻസർ ആയിട്ടുള്ളത്, 1 മൈനസ് കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് തീറ്റ. അപ്പൊ നമ്മൾ ഈ ഐഡന്റിറ്റിയെ സിംപ്ലിഫൈ ചെയ്തു വന്നപ്പോൾ ഗിവൺ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ദിസ് ഈസ് RHS. ഈ LHSനെ നമ്മൾ എന്താ ചെയ്തു, സിംപ്ലിഫൈ ചെയ്തപ്പോൾ RHS കിട്ടി. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് കൊസീക് തീറ്റ എന്ന് പറയുന്നത് 1 ബൈ സൈൻ തീറ്റ, കോട്ട് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ, അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. ഇവിടെ നമ്മൾ പഠിച്ചിരിക്കേണ്ട എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന ഫോർമുല പഠിച്ചിരിക്കണം. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അതുപോലെ തന്നെ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതിന് രണ്ടു വട്ടം ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഈ വാല്യൂവിനെ ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഈ സ്ക്വയർ കൊണ്ടുള്ള മീനിങ്. അപ്പൊ അതിന് രണ്ടു വട്ടമായിട്ട് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് നമുക്ക് ഇതിന്റെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, കോസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ ഇസ് ഈക്വൽ ടു 2 സീക്ക് എ. അപ്പൊ ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ 2 സീക്ക് എ എന്നുള്ള ആൻസറിലേക്ക് എത്തുക, അങ്ങനെ പ്രൂവ് ചെയ്യുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാം. LHS ഇസ് ഈക്വൽ ടു കോസ് എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ പ്ലസ് 1 പ്ലസ് സൈൻ എ ഡിവൈഡഡ് ബൈ കോസ് എ. ഇവിടെ നോക്കൂ, ഇതിന്റെ രണ്ടിന്റെ ഡിനോമിനേറ്റർ സെയിം അല്ല അല്ലെ. സെയിം ആണെങ്കിൽ നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്യാം. അപ്പൊ ഡിനോമിനേറ്റർ സെയിം അല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ വേണ്ടി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടി വരും അല്ലെ. ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെയും ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ന്യൂമറേറ്ററിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം, എങ്കിലേ നമുക്ക് ഡിനോമിനേറ്റർ സെയിം ആക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ കോസ് എ കൊണ്ട് ഞാൻ ഇതിനെ ഇൻറ്റു ചെയ്യാൻ പോവാണ്. ഫിസിക്കൽ ടു കോസ് എ ഇൻറ്റു കോസ് എ അല്ലെ. ഈ കോസ് എ ആണ് ഇത്, ഈ കോസ് എ ആണ് ഇത്, ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്ററിനെയും ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇൻറ്റു ചെയ്യണം, ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പം 1 പ്ലസ് സൈൻ എ ഇൻറ്റു അല്ലെങ്കിൽ ബ്രാക്കറ്റ്, ഇതാണ് ഞാൻ എഴുതിയ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. പിന്നെ എന്ത് ഇടണം, പ്ലസ് ഇടണം. ഇനി എന്ത് ചെയ്യണം, ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പൊ ഈ ഡിനോമിനേറ്റർ ആണ് ഞാൻ ആദ്യം എഴുതാൻ പോകുന്നത്. 1 പ്ലസ് സൈൻ എ ഇൻറ്റു ഈ ഡിനോമിനേറ്റർ എഴുതി. ഇനി എന്ത് എഴുതണം, ഈ ഡിനോമിനേറ്റർ 1 പ്ലസ് സൈൻ എ. ഓക്കെ, അപ്പൊ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്തു. അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, ഡിവൈഡഡ് ബൈ ഈ ഡിനോമിനേറ്റർ കൊണ്ട് ഈ ഡിനോമിനേറ്ററിനെ ഇൻറ്റു ചെയ്യണം, ഇതുകൊണ്ട് ഇതിനെ ഇൻറ്റു ചെയ്യണം. അപ്പോൾ 1 പ്ലസ് സൈൻ എ
ഇൻറ്റു കോസ് എ. ഈ 1 പ്ലസ് സൈൻ എ ആണ് ഇത്, ഈ കോസ് എ ആണ് ഇത്. ഇപ്പൊ നോക്കൂ, 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ, 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. അങ്ങനെ ഡിനോമിനേറ്റർ സെയിം ആയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ന്യൂമറേറ്ററിനെ ഒരുമിച്ച് എഴുതാൻ സാധിക്കും. അപ്പൊ കോസ് എ ഇൻറ്റു കോസ് എ എന്താവും? കോസ് സ്ക്വയർ എ എന്ന് കിട്ടും അല്ലെ. എ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ എന്നല്ലേ. അപ്പൊ എ ഇൻറ്റു എ സ്ക്വയർ ആകുമ്പോൾ കോസ് എ ഇൻറ്റു കോസ് എ, കോസ് സ്ക്വയർ എ, പ്ലസ് 1 പ്ലസ് സൈൻ എ ഇൻറ്റു 1 പ്ലസ് സൈൻ എ എന്ന് പറയുന്നത് എന്താണ്? 1 പ്ലസ് സൈൻ എ ദി ഹോൾ സ്ക്വയർ. രണ്ടു വട്ടം ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് എ ഇൻറ്റു എ സ്ക്വയർ ആകും പോലെ ഇത് ഇൻറ്റു ഇത്, ഇതിന്റെ സ്ക്വയർ, ഡിവൈഡഡ് ബൈ. ഇപ്പൊ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് ഡിനോമിനേറ്റർ എടുത്ത് എഴുതാം. എന്താണ് ഡിനോമിനേറ്റർ? 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ എന്ന് എഴുതാം. വിച്ച് ഇംപ്ലൈസ് കോസ് സ്ക്വയർ എ പ്ലസ് ഇതെന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിലല്ലേ ഇരിക്കണം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ പഠിച്ചിട്ടുണ്ട്. എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയറിന്റെ ആൻസർ എന്താണ്? എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. അതുപോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആയിരിക്കുന്നതുകൊണ്ട് അപ്പൊ എ സ്ക്വയർ, ഇവിടുത്തെ എ ആരാണ്? 1 ആണ്, ബി വന്നിട്ട് സൈൻ ആണ്. അപ്പൊ ആദ്യം എന്ത് എഴുതണം? എ സ്ക്വയർ. അപ്പൊ അത് 1ന്റെ സ്ക്വയർ, 1 സ്ക്വയർ. പിന്നെന്താണ്? പ്ലസ് 2ab, 2 ഇൻറ്റു എ ആര്? 1 ഇൻറ്റു ബി ആര്? സൈൻ എ. അപ്പൊ 2ab പിന്നെന്തുണ്ട്? പ്ലസ് ബി സ്ക്വയർ. ബി എന്ന് പറയുന്നത് ആരാണ്? സൈൻ എ ആണ്. അപ്പൊ സൈൻ എയുടെ സ്ക്വയർ എന്താണ്? സൈൻ സ്ക്വയർ എ. അത് എഴുതിയിട്ട് ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. ഓക്കെ, is equal to cos square a പ്ലസ് 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് വെച്ചാൽ 1നെ 1 കൊണ്ട് ഇൻറ്റു ചെയ്യുക. 1 ഇൻറ്റു 1 എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ 1 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു സൈന്. അപ്പൊ 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു സൈന് 2 സൈന്. പിന്നെന്തുണ്ട്? പ്ലസ് സൈൻ സ്ക്വയർ എ ഉണ്ട്, ഡിവൈഡഡ് ബൈ എന്തുണ്ട്? 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. വിച്ച് ഇംപ്ലൈസ്, ഞാൻ ഈ സൈൻ സ്ക്വയർ എ ഫസ്റ്റ് കൊണ്ടുവരികയാണ്. സൈൻ സ്ക്വയർ എ പ്ലസ് പിന്നെന്തുണ്ട്? കോസ് സ്ക്വയർ എ പ്ലസ് പിന്നെന്തുണ്ട്? 1 ഉണ്ട്, അത് കഴിഞ്ഞ് എന്തുണ്ട്? 2 സൈന്, ഡിവൈഡഡ് ബൈ എന്താണ്? 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. ഒരിക്കലൂടെ പറയാം. ഈ സൈൻ സ്ക്വയർ എ ഞാൻ ഫസ്റ്റ് കൊണ്ടുവന്നു. കണ്ടോ? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ പ്ലസ് 1 പ്ലസ് 2 സൈൻ എ, 1 പ്ലസ് 2 സൈൻ എ കൊണ്ടുവന്നു. എന്തിനെന്ന് വെച്ചാൽ ഈ സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്നുള്ള ഐഡന്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ ഈ സൈൻ സ്ക്വയർ എ ഫസ്റ്റ് ആയിട്ട് എഴുതിയത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു 1. ഇവിടെ എന്തുണ്ട്? സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായി? 1 ആയി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എയുടെ അവിടെ 1 എഴുതുക. പിന്നെന്താണ്? പ്ലസ് 1 പ്ലസ് പിന്നെന്താണ്? 2 സൈൻ എ ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. വിച്ച് ഇംപ്ലൈസ് ഈ 1 പ്ലസ് 1 എത്രയാണ്? 2. പിന്നെന്തുണ്ട്? പ്ലസ് 2 സൈൻ എ എന്ന് കിട്ടും, ഡിവൈഡഡ് ബൈ എന്തായി? 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ എന്ന് കിട്ടും. ഇതിന്റെ ബാലൻസ് ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഇവിടെ എന്തുണ്ട്? മുകളില് ന്യൂമറേറ്ററിൽ എന്തുണ്ട്? 2 ഉണ്ട് അല്ലെ. ഇവിടെ ഒരു 2 ഉണ്ട്, ഇതിലും ഒരു 2 ഉണ്ട്. അപ്പൊ ഈ രണ്ടിടത്തുമുള്ള 2നെ നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം. ഞാൻ അത് ചെയ്യാണ്. കോമൺ ആയിട്ട് ഞാൻ 2നെ എടുത്തു.
രണ്ട് എക്സ്പ്രഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഇട്ടിട്ട് എന്ത് എഴുതണം? ഇവിടുത്തെ 2 കോമൺ ആയിട്ട് പുറത്തു പോയതുകൊണ്ട് ഇവിടെ എന്താണ് എഴുതേണ്ടത്? 1 ആണ് എഴുതേണ്ടത്. അവിടെ ഒന്നുമില്ല. അതായത് കോമൺ ആയിട്ടുള്ള 2 പുറത്തു പോയപ്പോൾ അവിടെ ഇനി എന്തേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. എന്തിനാണ് 1 എഴുതുന്നത് എന്ന് വെച്ചാൽ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഈ 2 കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്താൽ തിരിച്ച് എന്ത് തന്നെ ആവും? അത് 2 ആയിട്ട് തന്നെ മാറും. പ്ലസ് ഇവിടെ 2 സൈൻ എ ഉണ്ട്. ഇവിടുത്തെ 2 പോയി കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? സൈൻ എ മാത്രമേ ഉള്ളൂ. ഡിവൈഡഡ് ബൈ 1 പ്ലസ് സൈൻ എ ഇൻറ്റു കോസ് എ. ഓക്കെ, ഞാൻ ഈ 2നെ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്തേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. 1 പ്ലസ് ഇവിടുത്തെ 2 പോയി കഴിഞ്ഞാൽ പിന്നെ ആരേ ഉള്ളൂ? സൈൻ എ. അപ്പൊ എങ്കിൽ മാത്രമേ നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 2 ഇൻറ്റു 1 2 ഇൻറ്റു സൈൻ എ 2 സൈൻ എ എന്ന് പറഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഇക്വേഷനിലേക്ക് തിരിച്ചെത്താൻ സാധിക്കും. അപ്പൊ ഞാൻ 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്തു. ഇനി എന്തുണ്ട്? മുകളിലും താഴെ സെയിം ആയിട്ട് 1 പ്ലസ് സൈൻ എ 1 പ്ലസ് സൈൻ എ. ഇത് രണ്ടും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് അതിനെ കട്ട് ചെയ്യാം. അപ്പൊ ഈ 1 പ്ലസ് സൈനയും 1 പ്ലസ് സൈനയും വെട്ടിപ്പോവും. ഇനി ആരേ ഉള്ളൂ മുകളിൽ? വിച്ച് ഇംപ്ലൈസ് 2 മാത്രമേ മുകളിലുള്ളൂ അല്ലെ? മുകളിൽ 2 മാത്രമേ ഉള്ളൂ. ഇത് കട്ടായി പോയി. ഇനി താഴെ ആരേ ഉള്ളൂ? കോസ് എ മാത്രമേ ഉള്ളൂ. ഓക്കെ, എന്ന് വെച്ചാൽ 2 ഇൻറ്റു ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാണ്. 2ഉം കോസയും സ്പ്ലിറ്റ് ചെയ്യാണ്. 2 ഇൻറ്റു 1 ബൈ കോസ് എ ഇങ്ങനെ നമുക്ക് എഴുതാം അല്ലെ? 2 ഇൻറ്റു 1 ബൈ കോസ് എ ആണ് 2 ബൈ കോസ് എ എന്നുള്ളത് അല്ലെ? ഈ 2 ബൈ കോസ് എ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ സാധിക്കും. 2നെ സെപ്പറേറ്റ് ആക്കിയിട്ട് 1 ബൈ കോസ് എന്ന് എഴുതാൻ പറ്റും. തിരിച്ച് നമ്മൾ ഒരുമിപ്പിക്കുമ്പോൾ എന്താവും? 2 ഇൻറ്റു 1 2 ഡിവൈഡഡ് ബൈ കോസ് എ എന്ന് കിട്ടും. വിച്ച് ഇംപ്ലൈസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 ബൈ കോസ് എ. 1 ബൈ കോസ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് സീക്ക് എ എന്നാണ്. സീക്ക് എന്ന് പറയുന്നത് കോസിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ 1 ബൈ കോസ് എ ആണ് സീക്കയുടെ വാല്യൂ. അപ്പൊ 1 ബൈ കോസ് എയുടെ അവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? സീക്ക് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു 2 ഉണ്ട്. 2 ഇൻറ്റു 1 ബൈ കോസ് എ. 1 ബൈ കോസ് എ എന്ന് പറയുന്നത് എന്താണ്? സീക്ക് എ ആണ്. സീക്ക് എ. 2 ഇൻറ്റു സീക്ക് എന്ന് വെച്ചാൽ എന്താണ്? 2 സീക്ക് എ എന്നാണ് ആൻസർ അല്ലെ? 2 കൊണ്ട് സീക്ക് എ ഇൻറ്റു ചെയ്യുമ്പോൾ 2 സീക്ക് എന്ന് കിട്ടും. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ RHS കിടക്കുന്നത് അല്ലെ? ഫിസിക്കൽ ടു RHS എന്ന് എഴുതാം. അപ്പൊ ഇതിന് നമ്മൾ ഇതായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇതിന്റെ ബാക്കി 3rd ക്വസ്റ്റ്യൻ ചെയ്യാം.